അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ദുആ നടത്തുന്നവരെയാണ്. എത്രത്തോളം ചോദിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന് നമ്മെ ഇഷ്ടമാകും. ഏതു പ്രാർത്ഥനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഏതു പ്രാർത്ഥനയിലും ഒരിക്കൽ പോലും ഒഴിവാക്കാതിരുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ബഖറയിലെ ഒരു പ്രാർത്ഥന. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അതായത്, അല്ലാഹുവേ, നമുക്ക് ആത്തി നൽകണം, ആത്തിന നമുക്ക് നൽകണം, ദുന്യാവിൽ നന്മ തരണം, ആഖിറത്തിലും നന്മ തരണേ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും ഖിന, ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ്. അള്ളാഹുവിന് ദുന്യാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ ഇഷ്ടമല്ല. ചില ആളുകൾ അങ്ങനെയാണ്, ദുന്യാവിൻ്റെ കാര്യം മാത്രം പ്രാർത്ഥിക്കുമ്പോൾ പരലോകം മറന്നു പോകുന്നു. അങ്ങനെയാവാൻ പാടില്ല. അള്ളാഹുവിന് അത്തരക്കാരെ ഇഷ്ടമല്ല. നാം ദുന്യാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്, പക്ഷേ ദുന്യാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ പഠനം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ബുദ്ധിവൈഭവം, നമ്മുടെ ധനം, ഇങ്ങനെ 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 ദുന്യാവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പരലോകം മറന്നുകൊണ്ടുള്ള പ്രവർത്തനമോ പരലോകം മറന്നുകൊണ്ടുള്ള പ്രാർത്ഥനയോ ആകുവാൻ പാടില്ല. അപ്പോൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിന അദാബന്നാർ. അപ്പോൾ 3 കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. നരക ശിക്ഷ, അല്ലാഹുവേ, അതിൽ നമ്മെ മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ തശഹുദിലും നമ്മുടെ രാത്രി നിസ്കാരത്തിലും നിസ്കാരശേഷവും ഇങ്ങനെ എപ്പോഴൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ടോ, ഈ പ്രാർത്ഥനയിലെല്ലാം ആത്മാർത്ഥമായി ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, മജ്ജ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ പരലോകം നന്നാക്കി തെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.